ഇന്ന് നമ്മൾ ഇക്കയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. കാരണം കുറച്ചായി ഞങ്ങളവിടെ പോവാതെ. അപ്പം പോവാൻ വല്ലാത്തൊരാഗ്രഹമായിട്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ മക്കൾക്ക് കുറച്ച് ഒന്ന് പോവാണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് തന്നെ പോകാനുള്ള ആഗ്രഹം പറയും. അതേപോലെ തന്നെ എനിക്കും പെട്ടെന്ന് പോകാനുള്ള ഒരു ആഗ്രഹം വരും കേട്ടോ. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മട്ടന്നൂർ എയർപോർട്ട് റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഇതിലൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇക്കയുടെ വീട്ടിൽ പരിപാടിയൊന്നും ഉണ്ടായിട്ട് പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അപ്പം അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ മുറ്റം ഒക്കെ ഒന്ന് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആയിപ്പയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇക്കയുടെ വീട്. അപ്പം ഞാൻ അത്യാവശ്യം വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന ഉടനെ തന്നെ മോള് പിന്നെ ഏട്ടൻ്റെ മക്കളെ തോളിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇത് അനിയൻ്റെ മോളാട്ടോ. അപ്പോൾ അനിയൻ്റെ മക്കളും ഏട്ടൻ്റെ മക്കളും ഒക്കെ ആയിട്ട് എല്ലാവരായിട്ടുണ്ട്. ഇവിടെ മന്തിയൊക്കെ ആക്കുന്ന തിരക്കിലാണുള്ളത്. അപ്പോൾ ഇതാ ഫ്രൈ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മന്തി സെറ്റാക്കുന്നുണ്ട്. അപ്പം ഇവിടെ നല്ല ഡേറ്റ്സ് കണ്ടിട്ട് അതെടുത്ത് കഴിച്ചു. അപ്പോൾ മുറ്റത്ത് വന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാ. മുറ്റമൊക്കെ പണി കഴിഞ്ഞിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അടിപൊളി തന്നെ. പിന്നെ കുട്ടികളൊക്കെ വന്ന ഉടനെ തന്നെ ആകുമ്പം അവർക്ക് പിന്നെ ഭയങ്കര കളിയായിരിക്കും. എന്താ വെച്ചാൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കുമല്ലോ. അതിൻ്റെ ജോറ് വേറാണ്. മോൾക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ്റെ മക്കളുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, പിന്നെ അവർ മതി. അപ്പോൾ അവരായിട്ട് നല്ലോണം കളിക്കും. അതാണ് എൻ്റെ മോനാണ്. അപ്പം പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറേ സമയം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായി. അങ്ങനെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു. അങ്ങനെ അവരൊക്കെ ചോറ് കഴിക്കാൻ മോളെയും കൂടി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ കൂടി ആകുമ്പോൾ അങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരുത്തിയതാണ്. പക്ഷേ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അവളെ അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും കൂടി കഴിച്ചു. എന്തായാലും അടിപൊളി തന്നെയാണ് മന്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് പിന്നെ ചായ കുടിക്കുകയാണ്. കൽത്തപ്പാട്ടോ ആക്കിയിട്ടുണ്ടായി. പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം മന്തി കഴിച്ചിട്ട് ആകെ മസ്തായിട്ടാണ് ഉള്ളത്. അപ്പം വെറും ചായ മതി എന്നുള്ളൊരിതാണുള്ളത്. എന്നാലും അത്യാവശ്യം ബേക്കറി ഐറ്റംസൊക്കെ കഴിച്ച് ചായ കുടിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ ജോറ് വേറായിട്ട് കളിയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ മുറ്റത്ത് ഇറങ്ങി അവരിങ്ങനെ കുറച്ച് കളിക്കുകയാണ്. അപ്പം തന്നെ മഴ പെയ്തിട്ടുണ്ടായിന്. എന്നാലും കുറച്ച് സമയം അവർ ഷട്ടിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷട്ടിലൊക്കെ കളിച്ച് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. മുറ്റത്തൊക്കെ കുറച്ച് സമയം കുട്ടികളങ്ങനെ എൻജോയ് ആക്കി. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അവർ കലാപരിപാടി അവിടെ ആരംഭിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞതാണ് അവിടെയൊക്കെ വാരി വലിച്ചിട്ടിട്ട് പണിയാക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒറോട്ടിയും പിന്നെ തേങ്ങരച്ച കറിയൊക്കെ ആക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.